ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വില്ലനായി വരുന്നത് എന്താണെന്നറിയോ? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്നറിയോ? ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരാൻ റീസൺ എന്താണെന്നറിയോ? ഇതിനെല്ലാത്തിനും കാരണം സമയമാണ്. സത്യത്തിൽ നമ്മൾ വളരെ അശ്രദ്ധമായി ശ്രദ്ധിക്കാതെ നമ്മൾ പാഴാക്കുന്ന ഒരു കാര്യമാണ് സമയം. എന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമയം, ഈ സമയമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അപ്പം ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മളെ ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ, നമ്മുടെ ഫിസിക്കൽ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല കാര്യങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ആളുടെ ക്വാളിറ്റി ടൈം കൊടുക്കുന്നത് മറന്നു പോകുന്നു. ഈ സമയം കൊടുക്കുന്നത് മറന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നില്ല. ഈ കോൺവെർസേഷൻ നടക്കാണ്ട് വരുമ്പോൾ വലിയ ഗ്യാപ്പ് വരുന്നു. ഈ ഗ്യാപ്പ് പരസ്പരം തെറ്റിദ്ധാരണകൾക്കും പരസ്പരം ദേഷ്യത്തിനും സ്നേഹം കുറയാനും അതിന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിലേഷൻ കുറയാനും അത് കാരണം സ്വഭാവം മാറാനും അത് കുട്ടികൾ അഫക്റ്റ് ചെയ്യാനും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്ന രീതിയിലേക്ക് വരെ കുടുംബം വഷളാവാൻ കാരണമാവും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാത്തിനും പ്രശ്നക്കാരൻ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, ഭക്ഷണം നമ്മൾ കൊടുക്കുന്നു, നല്ല വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല കാറ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും സമയം എന്ന് പറയുന്ന ഈ കാര്യം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബം കംപ്ലീറ്റ്ലി കുളമാക്കാൻ ഈ ഒരൊറ്റ സാധനം മതി എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. അത് എത്ര ബിസിനസ്സിൻ്റെ തിരക്കാണെങ്കിലും ശരി, എത്ര കോടികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, പരസ്പരം നിങ്ങൾ ഒരുമിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവണം, നിർബന്ധമുള്ള കാര്യമാണ്. എന്തിന് ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുവാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സെക്ഷൽ റിലേഷനിൽ പോലും ആ പ്രക്രിയ മാത്രം നടക്കുന്നു, അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന കംപ്ലൈൻറ്റിലേക്കും ആ കംപ്ലൈൻറ്റ് പലതിലേക്കും എത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്വാളിറ്റി ടൈം കൊടുക്കാനും ആ സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാനും ആ സമയം മരണം വരെ നിലനിർത്തി കൊണ്ടുപോകാനും തയ്യാറായി കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിന് സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.